ചികിത്സയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർമാരും മറ്റ് ജീവനക്കാരുമാണ്. പിണറായി വിജയന് വന്ന് ആശുപത്രി ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? വീണ ജോർജ് വന്ന് ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? MLA വന്ന് ചെയ്യാൻ പറ്റുമോ? MP വന്ന് ചെയ്യാൻ പറ്റുമോ? പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെയ്യാൻ ഭാഗമായ സൗകര്യം സർക്കാർ ഒരുക്കിയാൽ ആ സൗകര്യം ഒരുക്കി ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഏറ്റവും മികച്ച ചികിത്സ നൽകാൻ ഉത്തരവാദിത്വപ്പെട്ടവർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർമാരാണ് പ്രധാനമായി. ആ ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് സമീപകാലത്തെ 2-3 പ്രശ്നങ്ങൾ തെളിയിക്കുന്നതാണ്. ആരോഗ്യവകുപ്പിനെതിരെ CPM MLAയുടെ നേതൃത്വത്തിൽ LDF പ്രതിഷേധം. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടർച്ചയായ ചികിത്സാ പിഴവ് മൂലം മരണം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് H. സലാം MLAയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷന് സമീപം ധർണ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 1 മാസത്തിനിടെ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് പുറക്കാട് കരൂർ സ്വദേശിനി ഷിബിന പനി കൂടിയതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം മരണമടഞ്ഞ പുന്നപ്ര സ്വദേശിനി ഉമൈബ എന്നിവരുടെ മരണങ്ങൾ ഏറെ വിവാദമായിരുന്നു. ഉമൈബയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ അർദ്ധരാത്രിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യവകുപ്പിന്റെ പരാജയമാണ് ആശുപത്രിയിൽ തുടർച്ചയായി ചികിത്സാ പിഴവ് മൂലം മരണങ്ങൾ നടക്കുന്നതെന്ന് വ്യാപക ആക്ഷേപം ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ മുഖം രക്ഷിക്കുവാനായാണ് LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. വിവാദങ്ങളുണ്ടാകുമ്പോൾ അന്വേഷണ കമ്മീഷനുകളെ നിയമിക്കാറുണ്ടെങ്കിലും ഇത്തരം കമ്മീഷനുകൾ നൽകുന്ന റിപ്പോർട്ടുകൾ ഒരിക്കലും വെളിച്ചം കാണുകയോ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്യാറില്ല. സാധാരണക്കാരുടെ ചികിത്സാ കേന്ദ്രമായ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അനാസ്ഥ വരുത്തുന്ന ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് ധർണ സംഘടിപ്പിച്ചത്. CPM ഏരിയ സെക്രട്ടറി A. ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാർ കൂടെ അധികം പേർ നല്ലപോലെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നവരാണ്. കേരളം മൊത്തം സ്വകാര്യ പ്രാക്ടീസ് അവസാനിച്ചതുപോലെ ഞങ്ങൾക്കില്ല. പക്ഷേ കേരളത്തിൽ ആകെയുള്ള ഏറ്റവും കൂടുതൽ പേർ സ്വകാര്യ ഈ ചികിത്സ സ്വന്തം വീട്ടിലോ അല്ലെ മുറിയെടുത്തോ ചെയ്യുന്ന ഡോക്ടർമാർ എണ്ണം കൂടുതലാണ് ആലപ്പുഴയിൽ. ചില ആളുകളാണെങ്കിൽ വീട്ടിൽ എല്ലാ സൗകര്യമുണ്ട്. സ്കാനിംഗ് സെന്റർ വരെ വീട്ടിൽ വെച്ചേക്കുന്ന ആൾക്കാരെ കാണാം ഈ ആലപ്പുഴ കോളേജിൽ. ഞങ്ങളതെല്ലാം അതിന് മുഖ്യ പ്രശ്നമായി നിർത്തി വേണമെങ്കിൽ ആ വീട്ടിലേക്ക് മാർച്ച് നടത്താനൊക്കെ ശേഷിയുണ്ട്. ഇടതുപക്ഷ മുന്നിലേക്കൊക്കെയാണ് ശേഷിയുണ്ടല്ലോ. വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ സ്വകാര്യമായി നിങ്ങൾ നോക്കുന്ന നിങ്ങളുടെ പ്രാക്ടീസ്, ആ പ്രാക്ടീസിന്റെ ഭാഗമായി ഇങ്ങനെ സ്കാനിംഗ് സെന്റർ പോലും വെച്ച് പ്രവർത്തിപ്പിക്കുന്ന സെന്റർ പൂട്ടിക്കാൻ ഞങ്ങൾക്കറിയാം. പിന്നെ ചിലപ്പോൾ നമ്മൾ പോലും വിചാരിച്ചു അങ്ങനെ ആ ഡോക്ടർമാരുടെ സേവനം നാടുകാർക്ക് കിട്ടുന്ന അങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയാണ് പറയാൻ പോകുന്നില്ല. അതങ്ങ് അവസാനിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് ആശുപത്രിയേക്കാളും പ്രധാന സ്വകാര്യ പ്രാക്ടീസ് ആണെങ്കിൽ അത് പരിപൂർണമായി അവസാനിപ്പിക്കാൻ നിലപാട് സ്വീകരിക്കണം. ഗവൺമെന്റ് ശക്തമായ ചികിത്സാ സംവിധാനമുണ്ട്. ശക്തമായ നിലപാട് ഗവൺമെന്റ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ ഈ ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ ചികിത്സിക്കാൻ മെനക്കെടാതെ അത് പ്രാധാന്യം കൊടുക്കാതെ അത് ഞങ്ങളുടെ കാര്യമല്ല, അവിടെ നിങ്ങൾ തോന്നുന്ന പോലെ ചെയ്യും, ഞങ്ങളുടെ വീട്ടിൽ വന്ന് പൈസ തരുമ്പോൾ നന്നായി ചികിത്സിക്കും നോക്കും എന്ന് പറയപ്പെടുന്ന ഡോക്ടർമാർ ആ പണി അവസാനിപ്പിച്ചാൽ മതി എന്നാണ്